പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്ത് ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ ചാൻസലർ ഫ്രെഡറിക് മെർച്ചിന്റെ പാർട്ടിയായ CDUവിനെ പിന്നിലാക്കി ഗ്രീൻ പാർട്ടി വിജയം നേടി. ജർമ്മനിയിലെ സമ്പന്നവും വ്യവസായ പ്രാധാന്യമുള്ളതുമായ ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പാർട്ടി ഉജ്ജ്വലം വിജയമാണ് നേടിയത്. നിലവിലെ ചാൻസലർ ഫ്രെഡറിക് മെർച്ചിന്റെ നേതൃത്വത്തിലുള്ള CDU പാർട്ടിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഗ്രീൻ പാർട്ടി ഒന്നാമത് എത്തിയത്. വോട്ടെടുപ്പിലെ പ്രധാന വിവരങ്ങൾ പറയുമ്പോൾ വോട്ട് നില പ്രഥമ വിവരങ്ങൾ പ്രകാരം ഗ്രീൻ പാർട്ടിക്ക് 30.3% വോട്ടുകൾ നേടി ഒന്നാമതെത്തി. ചാൻസലർ മെർച്ചിന്റെ പാർട്ടിയായ CDU 29.7% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്താണ്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD 18.7% വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തുണ്ട്. പുതിയ മുഖ്യമന്ത്രിയായി ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ സെം ഒസ്ഡമീർ ബാഡൻ വുട്ടംബർഗിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവും. പ്രായോഗികവാദിയായ അദ്ദേഹം CDU സ്ഥാനാർത്ഥി മാനുവൽ ഹാഗലിനെയാണ് പരാജയപ്പെടുത്തിയത്. നിലവിൽ ഗ്രീൻ പാർട്ടിക്കാരനായ വിൻഫ്രീഡ് ക്രെച്ച്മാൻ ആയിരുന്നു മുഖ്യമന്ത്രി. ആകെയുള്ള 158 സീറ്റിൽ ഗ്രീൻ പാർട്ടിക്ക് 57ഉം CDUവിന് 56ഉം AfDക്ക് 35ഉം SPDക്ക് 10 സീറ്റും നേടിയാണ് കക്ഷിനില ഉണ്ടാക്കിയത്. കൂട്ടുകക്ഷി ഭരണമായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക. തെരഞ്ഞെടുപ്പിൽ മുൻപുള്ള സർവേകളിൽ മെർച്ചിന്റെ പാർട്ടി മുന്നിലായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി മാനുവൽ ഹാഗലിന്റെ പഴയകാലത്തെ ചില വിവാദ പരാമർശങ്ങൾ പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. മെർച്ച് സർക്കാരിലെ കൂട്ടുകക്ഷിയായ SPD തകർന്നു. ഭരണകക്ഷിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. വെറും 5.5% വോട്ടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. AfD ആണ് കരുത്തു കാട്ടിയത്. മൂന്നാം സ്ഥാനത്താണെങ്കിലും 2021 ലഭിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടുകൾ, അതായത് 9.7% നിന്ന് 17.5% ഉയർന്നു. അത് മാത്രമല്ല, കൂട്ടുകക്ഷി ഭരണക്കാരെ പിന്നിലാക്കിയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ ഫലം മെർച്ച് സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യം നേടിയതെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിലെ വാഹന നിർമ്മാണ മേഖലയുടെ ഹൃദയഭൂമിയാണ് ഈ സംസ്ഥാനം. ഇവിടെ ഗ്രീൻ പാർട്ടി നേടിയ വിജയം വരാനിരിക്കുന്ന മറ്റ് 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മോജ്തബ ഖമേനി നിയമിതനായി. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മോജ്തബ ഖമേനി എന്ന 56-കാരനെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. മാർച്ച് 8 ഞായറാഴ്ച വൈകുന്നേരമാണ് ഇറാൻ ഔദ്യോഗികമായി ഈ വിവരം പുറത്തുവിട്ടത്. രാജ്യത്തെ ജനങ്ങളോട് ഐക്യത്തോടെ ഇരിക്കാനും പുതിയ നേതാവിനോട് വിശ്വസ്തത പുലർത്താനും ഭരണകൂടം ആഹ്വാനം ചെയ്തു. ഇറാന്റെ അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് എത്തുന്നത് ചരിത്രപരമായ മാറ്റമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇറാന്റെ സൈനിക നിലപാടുകളിലും ആഭ്യന്തര നയങ്ങളിലും മോജ്തബയുടെ തീരുമാനങ്ങൾ നിർണായകമാകും. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ നേതൃമാറ്റം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇറാനും ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ തമ്മിലുള്ള യുദ്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുമ്പോൾ ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ താവളങ്ങളും തകർക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത് ഭരണ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. എന്ന് മാത്രമല്ല, ഇത് ഇറാൻ ഭരണകൂടത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലും മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടാണ് തിരിച്ചടിച്ചത്. ഇതാവട്ടെ, ഇസ്രായേലിലെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലെ സൗദി, UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങളിലും മിസൈലുകൾ പതിച്ചത് ഇറാന് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ അപ്രീതിക്കും കാരണമായി. ഒമാൻ ഒഴികെയുള്ള മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ മിസൈൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. യുദ്ധം കാരണം UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കപ്പെട്ടു. ഇത് പ്രവാസികളെയും വിനോദസഞ്ചാരികളെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചു. ഇത് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കാനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായി. നിലവിലെ അവസ്ഥ പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ഉപാധികളില്ലാതെ കീഴടങ്ങലിനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 4 ആഴ്ചയോളം ഈ സംഘർഷം നീണ്ടു നിന്നേക്കാം എന്നാണ് സൂചനകൾ. ഇറാനിൽ ഇതുവരെ 1300-ലധികം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടയിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ദുബായ് വഴി ജർമ്മനിയിലെ ഡ്യൂസൽഡോർഫിലേക്കുള്ള യാത്രയിൽ സംഭവിച്ച വലിയ ഒരു അനുഭവം ദൃക്സാക്ഷ്യമാണ് ഇനി പറയുന്നത്. അതിന്റെ വീഡിയോയിലേക്ക്. പശ്ചിമേഷ്യയില് ഇറാനും സംയുക്തമായിട്ട് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിമാനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് വരുമ്പോൾ, അല്ലെ യൂറോപ്പിൽ നിന്ന്
നാട്ടിലേക്ക് പോകുമ്പോൾ ഗൾഫ് വഴിയോ അല്ലെങ്കിൽ ന്യൂഡൽഹി വഴിയോ ആണ് മിക്കപ്പോഴും എല്ലാവരും യാത്ര ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇവിടെ വിന്റർ ആയതിനാൽ ഒട്ടനവധി ജർമ്മൻ മലയാളികൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ തന്നെ തിരിച്ചു വരുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് ഫെബ്രുവരി 15 മുതൽ മാർച്ച് അവസാനം വരെ ജർമ്മനിയിൽ നിന്നുള്ള മലയാളികൾ നാട്ടിലെത്തിയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയമായതുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടിലും തത്രപ്പാടിലുമാണ്. പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് ട്രംപ് പോലും വിചാരിച്ചുവെങ്കിലും അതിപ്പം ട്രംപിന്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രഖ്യാപനം അനുസരിച്ച് 1.5 മാസത്തിലധികം നീളാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിരുപാധികം കീഴടങ്ങാനായിട്ട് ഇറാനോട് പ്രത്യേകം അഭ്യർത്ഥനയാണ് നടത്തിയിരിക്കുന്നത്. അതല്ല എങ്കിൽ അതിന്റെ ഒരു വരും വരാഴിക അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായിരിക്കാം ഇന്നലെ രാത്രി മുതൽ ഇന്ന് വെളുപ്പിനെ മുതൽ ഇറാന്റെ പ്രമുഖ നഗരങ്ങളെല്ലാം തന്നെ തീഗോളമായിട്ട് മാറുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മുടെ കൊളോണിലെ സജീവമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വടക്കഞ്ചേരി ഫാമിലി ശ്രീമതി LC വടക്കഞ്ചേരിയും ശ്രീ ഡേവിസ് വടക്കഞ്ചേരിയും നാട്ടിൽ പോയിട്ട് അവര് മാർച്ച് 6 വരേണ്ടതാണ്. മാർച്ച് 6 രാവിലെ തന്നെ അവർ പുറപ്പെടാനുള്ള അത് എമിറേറ്റ്സിനായിരുന്നു. ഇപ്പം ദുബായ് വഴിയേ വരാൻ പറ്റുള്ളൂ. എമിറേറ്റ്സിന് ദുബായിൽ വന്നപ്പോഴാണ് ഇന്നലത്തെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായത്. അതിനെപ്പറ്റി അവര് തന്നെ നേരിട്ട് പ്രവാസി ഓൺലൈന് സംഭവിച്ച കഥകൾ ഒന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ഈ സംഭവത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ, അതിന്റെ ആ ഒരു ഭീകരത നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇത്തരം ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോയിരിക്കുന്ന ഇരുവരെയും ഈ സംഭവങ്ങൾ ഒന്ന് വെളിപ്പെടുത്താനായിട്ട് നമ്മുടെ കേൾവിക്കാർക്കും അല്ലെങ്കിൽ കാഴ്ചക്കാർക്കും അതൊന്ന് പറയാനായിട്ട് ഈ ഒരു അവസരം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? എങ്ങനെയായിരുന്നു ഡേവിസ്? രണ്ടുപേർക്കും നമസ്കാരം. എങ്ങനെയായിരുന്നു നിങ്ങൾ ആ മണിക്കൂർ കഴിച്ചു കൂട്ടിയത്? ദുബായില് സ്ഫോടനം നടന്നപ്പോൾ നിങ്ങൾ കൃത്യ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ നമ്മൾ ആകപ്പാടെ പേടിച്ചു. കാരണം കൊളോൺ കേരള സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം പലവിധ സംഘടനാപരമായിട്ടും അതുപോലെ കൊളോൺ മലയാളികൾക്കിടയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾ രണ്ടുപേരും, നിങ്ങളുടെ ഒരു അഭാവം അവിടെ ആയപ്പോൾ ഞങ്ങൾക്ക് അതൊരു വലിയ പേടിയുണ്ടായി, ഭയപ്പാടുണ്ടായി. അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാമോ? നമസ്കാരം ജോസ്. അപ്പോൾ ജോസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മാർച്ച് 6 വെളുപ്പിന് 4:30 എമിറേറ്റ്സ് ഫ്ലൈറ്റിനാണ് കൊച്ചിയിൽ നിന്ന് ദുബായ് വഴി ജർമ്മനിയിലേക്ക് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് 5 ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് സാധ്യമല്ലായിരുന്നു. അപ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വിളിച്ചു. എമിറേറ്റ്സിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റ് അവർ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ അവർക്ക് ഉറപ്പില്ല, നിങ്ങൾ എയർപോർട്ടിൽ വരൂ, വന്നിട്ട് സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ കയറി പോരാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ ദുബായിൽ നിന്ന് ദുസ്സൽഡോർഫ് ജർമ്മനിയിലേക്കുള്ള ഫ്ലൈറ്റ് സാധാരണയേക്കാൾ 1 മണിക്കൂർ മുൻപ് ആണ് ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കണക്ഷൻ അതിന് സാധ്യമല്ല. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞുള്ള ഒരു ഫ്ലൈറ്റിലാണ് നമുക്ക് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ കയറി പോരാൻ അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെ അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും പോരേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും പോരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഡിസ്കഷനൊക്കെ ശേഷം അവർ ഫ്ലൈറ്റ് അനുവദിച്ചു. എക്സ്ട്രാ വല്ലതും കൊടുക്കേണ്ടി വന്നോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു 24 മണിക്കൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിന് തയ്യാറാണ്. പക്ഷേ ദുബായിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവർ ഹോട്ടൽ അറേഞ്ച് ചെയ്തിരുന്നു. ഹോട്ടലിലേക്ക് പോയി. പിറ്റേ ദിവസമാണ് ഞങ്ങൾ 7 തീയതി 6 തീയതി ഈ കണക്ഷൻ ഫ്ലൈറ്റിന് പകരം 7 തീയതി രാവിലെ എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ടിൽ അവരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂള് വീണ്ടും അന്നും 1 മണിക്കൂർ മുൻപാക്കിയിരുന്നു. ബോർഡിങ് ആരംഭിച്ചു. ഫസ്റ്റ് ക്ലാസ്സുകാർ, ബിസിനസ് ക്ലാസ്സുകാർ, അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളവരെയൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞ സമയത്താണ് പെട്ടെന്നൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാമായിരുന്നു വലിയൊരു പുക പടലം പുറത്ത് കാണാം. അതിന്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ബോർഡിങ് നിർത്തി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോർഡിങ് വീണ്ടും തുടർന്നു. ഫ്ലൈറ്റിനകത്തേക്ക് കയറി.
1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഫ്ലൈറ്റ് സാധ്യമല്ല, എല്ലാവരും പെട്ടെന്ന് പുറത്തിറങ്ങണം. ഓ ബോർഡനിലുള്ള അവരുടെ പേഴ്സണൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞില്ല. ഞങ്ങള് പ്ലെയിൻ ഫുള്ളായിരുന്നോ? ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. മറ്റ് ജർമ്മനിയിലേക്കുള്ള മലയാളികളും വേറെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോരുമ്പോ 5 പേരായിരുന്നു എയർപോർട്ടിൽ വന്നിരുന്നത്. അത് അവര് നോക്കി. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടിയിട്ടായിരുന്നു. വിസ പെർമനന്റ് വിസ ഉള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഈ പെർമനന്റ് വിസ ഉള്ള ആൾക്ക് വേണമെങ്കിൽ കയറി പോരാം. കാരണം ദുബായിൽ വന്നു കഴിയുമ്പോൾ ഓൺലൈൻ വിസ കിട്ടണമെങ്കിൽ പെർമനന്റ് വിസ വേണം. അതെ, ട്രാൻസിറ്റ് നമ്മുടെ ഇതിനു വേണ്ടിയോ. അപ്പൊ അവര് പറഞ്ഞു അവര് പോരുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിസ ഉള്ള ആളും ആളുടെ കൂടെ ഉണ്ടായിരുന്ന ആളും അവർ പിന്മാറി. ആദ്യമായിട്ട് വരുന്ന ആളെ അവർ മടക്കി വിട്ടു. അപ്പൊ നമ്മൾക്ക് പെർമനന്റ് സംവിധാനം ഉള്ളത് കൊണ്ട് അവർ നമ്മുടെ യാത്ര അവര് അനുവദിച്ചു. അല്ല, നമുക്ക് ഡോയ്ച്ചെ പാസ് ഇല്ല, നിങ്ങൾക്ക് ഡോയ്ച്ചെ പാസ് ഇല്ല. അപ്പൊ പിന്നെ അത് ജർമ്മൻ പൗരനായിട്ട് തന്നെയല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ വിസയ്ക്ക് പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മൾ അവിടെ കയറി വന്ന് ഇവിടെ നിങ്ങൾ ആദ്യത്തെ ആ ഒരു കൺട്രോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അവിടെ ഉണ്ടായത്. എല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു. സംഗതി ബോർഡിങ് ആരംഭിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു സ്വരം കേട്ടു. എല്ലാവരും ശ്രദ്ധിച്ചു. കഴിഞ്ഞപ്പോൾ നമുക്ക് പടലം കാണാം. അപ്പൊ അത് ഞങ്ങൾ വിചാരിച്ച എയർപോർട്ടിന്റെ അതിർത്തിയിലായിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് ശ്വസനത്തിലും പോകണം. ഞങ്ങൾക്ക് അപ്പൊ ഏറ്റവും അടുത്ത് തന്നെ ആയിരുന്നു, അപ്പൊ അവരുടെ കലണ്ടറിൽ തന്നെയായിരുന്നു. അപ്പൊ എൽസിയോട് ചോദിക്കുകയാണ്, ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണോ ഇത്? നമ്മളിപ്പം ഇവിടെ നമ്മുടെ പാനാമിന്റെ പ്രശ്നം ഉള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ അന്നത്തെ കാര്യങ്ങൾ 72-ലോ 71-ലോ അങ്ങോട്ട് സംഭവിച്ച കഥയില്ലേ? അതോ 76-ലായിരുന്നു പാനാമിന്റെ നമ്മുടെ ആന്റണി കുറുന്തോട്ടത്തിലും കുടുംബമൊക്കെ സഞ്ചരിച്ചപ്പോൾ പാകിസ്ഥാനിൽ വെച്ചോ തട്ടിക്കൊണ്ടുപോയ ഒരു കഥ അറിയാമല്ലോ. 80-ന്റെ അടുത്തായി. 80, ചിലപ്പോൾ 80-ലായിരുന്നു. അപ്പൊ അതുപോലെ ഒരു സംഭവം അല്ലെങ്കിൽ പോലും ഇത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് തോന്നിയില്ലേ എൽസിക്ക്? തീർച്ചയായിട്ടും തോന്നി. ആ സ്ഫോടനം വന്നപ്പോ ഒരു ഭയങ്കര സ്വരമായിരുന്നു. നമ്മൾ തെറിക്കണ പോലത്തെ ഒരു സ്വരമായിരുന്നു. നമ്മളൊന്ന് കോമന്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സെക്കൻഡൊക്കെ പിടിച്ചു. ഉള്ള ഒരു ശബ്ദമായിരുന്നു. അതുപോലെ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? എല്ലാവരും അങ്ങോട്ട് പരിഭ്രാന്തരായി. പിന്നെ അവരുടെ അടുക്കിൽ നിന്ന് എല്ലാവരെയും മാറ്റി എല്ലാവരെയും നീക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. അവർ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാനൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഔഫൈൻമാൾ പറയണത് പെട്ടെന്ന് ഇറങ്ങണം, എല്ലാവരും വേഗം ഇറങ്ങണം, നമുക്ക് ഫ്ലൈറ്റ് പോവുകയില്ലാന്ന്. അതിന്റെ ഇടയ്ക്ക് വേറെ സ്ഫോടനങ്ങൾ ഉണ്ടായോ? ഈ ഒരെണ്ണം അല്ലാതെ വേറെ ഉണ്ടായോ? നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എല്ലാവരോടും താഴത്തേക്ക് പോകാൻ പറഞ്ഞു. താഴെ മുകളിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയോ അതോ വിട്ടു? അണ്ടർഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവസ്ഥ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എല്ലാ ഫ്ലൈറ്റിൽ നിന്നുള്ള ആളുകളെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടിയേക്കാണ്. അവിടെ അപ്പൊ നിങ്ങളുടെ ബാഗേജ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ അതോ അവര് വേറെ കൊണ്ടുപോയിരുന്നോ? അത് ഞങ്ങൾ കൊടുത്തു. നമ്മുടെ ഹാൻഡ് ലഗേജ് മാത്രം കയ്യിലുണ്ട്. ഓക്കെ. അല്ല, അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് വേറെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ അല്ല, വേറെ പ്ലെയിൻ കയറി മാറിയപ്പോഴത്തേക്ക് പെട്ടികളെല്ലാം വീണ്ടും ആരുടെയാണെന്ന് അറിയാൻ വേണ്ടി അവർ വീണ്ടും ഒരു ചെക്കിങ് നടത്താനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും ബാഗേജിന്റെ ഇതിട്ടിട്ടില്ല, പേരും മറ്റും ഒന്നും എഴുതാത്ത കൈകളുണ്ട്. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായെന്നും പറഞ്ഞ് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം പലരും നമ്മുടെ ടാഗ് ഇടാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാ പറഞ്ഞു. ഇത് എയർപോർട്ടിലെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്തു. പകലായിരുന്നുകൊണ്ട് വിളിച്ചിട്ട്, പക്ഷെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്തു. അതുപോലെ കടകൾ എല്ലാം അടച്ചു. ഈ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നവരെല്ലാം കടകളിലും സംഗതി കടകളുടെ എല്ലാ പ്രദേശങ്ങളിലും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു? അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറങ്ങി ഒരു 4 മണിക്കൂർ സമയം അങ്ങനെ കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് 4 മണിക്കൂർ കഴിഞ്ഞപ്പോ എമിറേറ്റ്സ് എനിക്ക് തോന്നുന്ന സിറ്റുവേഷൻ സ്വല്പം ഫ്രീ ആയി. പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് റെസ്റ്റോറന്റുകളിൽ ഒരു അറേഞ്ച് ചെയ്തു. എന്നാലും നമ്മളിൽ പേടി ഉണ്ടായിരുന്നല്ലേ? നമുക്കൊരു ഭീതി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതെ, ഇത്രയും വലിയ ആൾക്കാർ, എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലൈറ്റിലും ആൾക്കാർ ഒരു പ്രദേശത്തേക്ക് മാത്രം ഏറ്റവും അടിയിലെ
അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ജർമ്മൻകാരുണ്ടായിരുന്നോ? പിള്ളേരും ഒക്കെ ഉള്ള എനിക്ക് തോന്നുന്നു അവധി കഴിച്ചിട്ട് തിരിച്ചു വരുന്ന ജർമ്മൻകാര് ഫാമിലി ചെറിയ പിള്ളേരൊക്കെ ആയിട്ടുള്ള പേരുണ്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ആ ഒരു കൗണ്ടറിൽ വന്നിട്ട് നിങ്ങളെല്ലാം കേറിക്കോ എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പിന്നെ സംശയം തോന്നിയോ ഇനിയും നമ്മൾ ഇതെപ്പടി സംഭവിക്കാം എന്നുള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു വീണ്ടും കയറി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് ആദ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സമയം എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൈലറ്റ്സും ക്രൂ മെമ്പേഴ്സ് അവിടെ വന്നു. അപ്പൊ അവര് കയറി. അപ്പൊ ഞങ്ങൾക്ക് സംഗതി തീർച്ചയായിട്ടും ഫ്ലൈറ്റ് അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ അവർ കയറി പോകേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞത് സംഗതി സിറ്റുവേഷൻ ഓക്കെയാണ്, കയറാം എന്ന് പറഞ്ഞു. സാധാരണ നമ്മളെ കയറ്റി വിടുന്ന അതേ സ്പീഡിലായിരുന്നു അതോ ഇച്ചിരൂടെ സ്പീഡപ്പ് ചെയ്യിച്ചോ? എത്രയും പെട്ടെന്ന്? കുറച്ചും കൂടി സ്പീഡായിരുന്നു. സാധാരണ പാസ്പോർട്ട് ചെക്ക് ചെയ്യും, ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്യും. ഇത് അതിന് പകരം രണ്ടും ഇല്ലാതെ ബോർഡിംഗ് പാസ് മാത്രം നമ്മൾ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് പോകുന്ന സ്പീഡിൽ ആയിരുന്നു ബോർഡിങ്. അപ്പൊ ഈ സാധാരണ ബസ്സെ കൊണ്ട് കയറ്റി വിടുന്ന അതായിരുന്നു അതോ ഏറ്റവും അടുത്ത് പ്ലെയിൻ ലാൻഡ് ചെയ്ത് കിടക്കുകയായിരുന്നു? ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ തന്നെ സമയം കുറെ ലാഭിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ ഈ സ്ഥിരം വരുന്ന പാതയല്ലല്ലോ, ഒത്തിരി കറങ്ങി തിരിഞ്ഞല്ലേ. എത്ര മണിക്കൂർ എടുത്തു ഡ്യൂസൽഡോഫിലേക്ക് വരാൻ? സമയം സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? 6 മണിക്കൂർ മറ്റാണെന്ന് എൻ്റെ ഓർമ്മ. ഡയറക്റ്റ് വ്യത്യാസം, ലൈനിന് വ്യത്യാസം ഉണ്ടായോന്ന് അറിയില്ല. ഏതായാലും ഒരു വ്യത്യാസം കണ്ടത്, ഞങ്ങൾ പോരാൻ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 4-5 ഫ്ലൈറ്റുകൾ റെഡിയായിട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് ഒരു 4-5 ഫ്ലൈറ്റ്, പുറകിലും 2-3 ഫ്ലൈറ്റുകൾ. ഒരു 2-3 ഫ്ലൈറ്റ് പോയി കഴിയുമ്പോൾ ഒരു മിലിറ്ററി ഫ്ലൈറ്റ് ഇതിന്റെ പുറകിൽ അത് കോൺവോയ് ആയിട്ട്. അത് 2 മിലിറ്ററി ഫ്ലൈറ്റുകൾ ഞങ്ങൾക്ക് മുമ്പ് പോകുന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ വിചാരിച്ചു അവരും എവിടേക്കെങ്കിലും പോകുന്നതായിരിക്കും. അതായത് ഇതിന് ഒരു സംഗതി, ഇതിനെ സുരക്ഷിതമായിട്ട് ആകാശത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റുകളായിരുന്നു. അതുപോലെ ഇത് പൊങ്ങിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു പൈപ്പാട് നിന്നോ അതോ അത് സാവകാശം? നമ്മളെ സംബന്ധിച്ച് അവിടെ നിന്ന് പോരാന്നുള്ളത്, കാരണം അവിടെ ഒരു സ്ഫോടനം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പോരാന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ഒരുവിധം പൊക്കത്തിലായി കഴിഞ്ഞപ്പോ നമുക്ക് സമാധാനമായി. അല്ല, എന്നാലും ഈ മിസൈലൊക്കെ ഇതില് എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു വല്ലാത്ത ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ. കാരണം രണ്ടും കൽപ്പിച്ചാ ഇറാൻ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം തുർക്കിയിൽ വന്നത് ഓർക്കുന്നുണ്ടോ? തുർക്കി 29-ാം തീയതി മാർച്ച് 1-നോ 2-നോ അങ്ങോട്ട് തുർക്കിയിൽ വന്ന സംഭവം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോന്നപ്പോഴും പണി നമ്മളോട് പറയും, നിങ്ങളെ തിരക്കടിച്ച് പോണേ. പക്ഷെ നിരവധി വർഷങ്ങൾ നീണ്ടുപോയിട്ടുള്ള സിറ്റുവേഷനേ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെഡിക്കമെന്റ് സ്റ്റോക്കൊക്കെ തീർന്നു. വന്നേ പറ്റുള്ളൂ. അതുപോലെ ഇനിയിപ്പം പലരും നമ്മുടെ സുഹൃത്തുക്കൾ പലരും വരാനുണ്ട്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഇവര് പറഞ്ഞാൽ പോലും ഒരു അല്പം കൂടെ സാവകാശം വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വരുന്ന ആഴ്ചകളിൽ വരുന്ന സുഹൃത്തുക്കളെ നമുക്കറിയാം. അപ്പൊ എല്ലാവരും ഏതെങ്കിലും തരത്തിലൊക്കെ തിരിച്ചു പോരാനായിട്ടുള്ള ശ്രമത്തിലാണ്. സിറ്റുവേഷൻ ഏത് ദിവസം ആയാലും ഡ്യൂസൽഡോർഫ് സുരക്ഷിതമായി വന്ന് ഇറങ്ങിയതിനെ കുറച്ച് താങ്ക് പറയാം. അതുപോലെ തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് നിങ്ങൾ തിരിച്ചെത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒന്നും പ്രവചിക്കാൻ മേലാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ ടെഹ്റാനിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ അവസാനത്തെ അൾട്ടിമേറ്റം വന്നു കഴിഞ്ഞു. പറഞ്ഞിരിക്കുന്നത് നിരുപാധികം കീഴടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും കീഴടങ്ങിയാലെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പം യുദ്ധം മൂക്കും. അതായത് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാവരും മുക്തി നേടട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം ദൈവം നിങ്ങളെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ കണ്ടതിലും ഇത്തരം ഒരു സംഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് നേരിൽ കാണാം. അതെ, താങ്ക് യു ജോസഫ്. രണ്ടുപേർക്കും നന്ദി, നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കാരണം യൂറോപ്പിലേക്കുള്ള വിമാന സർവീസുകളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിമാന സർവീസുകളെ ബാധിച്ച രീതിയാണ് ആദ്യത്തേത്. റൂട്ടുകളിലെ മാറ്റം. ഇറാന്റെയും ഇറാഖിന്റെയും വ്യോമപാതകൾ, അതായത് എയർ സ്പേസ് പൂർണ്ണമായി അടച്ചതിനാൽ യൂറോപ്പിലേക്കുള്ള വിമാനങ്ങൾ ഇപ്പോൾ ദീർഘദൂര പാതയിലൂടെയാണ് പറക്കുന്നത്. ഇത് യാത്രാ സമയം 2 മുതൽ 4 മണിക്കൂർ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കാണെങ്കിൽ വിമാനങ്ങൾ ചുറ്റിപ്പറക്കുന്നതിനാൽ ഇന്ധന ചെലവ്
കൂടുകയും അത് ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവിന് ഏകദേശം 30% മുതൽ 50% വരെ കാരണമായിട്ടുണ്ട്. എയർ ഇന്ത്യ, ലുഫ്താൻസ, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെയുള്ള പല സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഗൾഫ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകൾ, ദുബായ്, ദോഹ തുടങ്ങിയ സ്ഥലങ്ങൾ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളെ യുദ്ധസാഹചര്യം ബാധിച്ചിട്ടുണ്ട്. പല വിമാനങ്ങളും സുരക്ഷാ കാരണങ്ങളാൽ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ മുൻകൂട്ടി പരിശോധിക്കുക. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി നിങ്ങളുടെ എയർലൈനിന്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഉറപ്പുവരുത്തുക. കൂടുതൽ സമയം കരുതുക. റൂട്ടുകളിലെ മാറ്റം കാരണം കണക്ഷൻ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. അതിനാൽ ലേ ഓവർ സമയം കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂറെങ്കിലുള്ള ഫ്ലൈറ്റുകൾ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. റീഫണ്ട് അല്ലെങ്കിൽ റീഷെഡ്യൂൾ മിക്ക എയർലൈനുകളും നിലവിൽ സൗജന്യമായി ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്യാനോ റീഫണ്ട് നൽകാനോ ഉള്ള സൗകര്യം നൽകുന്നുണ്ട്. ഇനിയും ജർമ്മനിയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾ സർവീസുകൾ നോക്കിയാൽ മാർച്ച് 8 കണക്കുകൾ പ്രകാരം ഇൻഡിഗോ യൂറോപ്പിലേക്കുള്ള അതായത് ജർമ്മനി ഉൾപ്പെടെയുള്ള സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പല ഫ്ലൈറ്റുകളും അവസാന നിമിഷം റദ്ദാക്കാൻ സാധ്യതയുണ്ട്. യാത്രാ സമയത്തിനും മാറ്റമുണ്ട്. ഇറാന്റെ വ്യോമപാത ഒഴിവാക്കി തുർക്കി കോക്കസസ് വഴിയുള്ള പുതിയ റൂട്ടിലൂടെയാണ് ഇപ്പോൾ വിമാനങ്ങൾ ജർമ്മനിയിലേക്ക് പറക്കുന്നത്. ഇത് യാത്രാ സമയത്തിൽ 2 മുതൽ 3 മണിക്കൂർ വരെ വർധന ഉണ്ടാക്കുന്നുണ്ട്. ലുഫ്താൻസയിൽ നിയന്ത്രണങ്ങളുണ്ട്. ജർമ്മനിയുടെ പ്രധാന എയർലൈനായി ലുഫ്താൻസ ആയിരക്കണക്കിന് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ ഗൾഫ് രാജ്യങ്ങൾ വഴിയുള്ള ലുഫ്താൻസ കണക്ഷൻ ഫ്ലൈറ്റുകൾക്ക് മാർച്ച് പകുതി വരെ നിയന്ത്രണങ്ങളുണ്ട്. വിമാനത്താവളത്തിലെ തിരക്ക് നോക്കിയാൽ ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിച്ച് വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ വഴി തിരിച്ചുവിടുന്നത് മൂലം വലിയ തിരക്കും ലഗേജ് വൈകൽ പോലുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാത്രക്കാർ ചെയ്യേണ്ടത് എയർലൈൻ ആപ്പ് പരിശോധിക്കുക. എയർ ഇന്ത്യയോ ലുഫ്താൻസയോ ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ആപ്പിൽ അതായത് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും പരിശോധിക്കുക. ടിക്കറ്റ് റീഫണ്ടിൽ അല്ലെങ്കിൽ മാറ്റം മിക്ക എയർലൈനുകളും മാർച്ച് 31 വരെ ടിക്കറ്റ് മാറ്റുന്നതിന് പ്രത്യേക ഫീസ് ഈടാക്കുന്നില്ല. യാത്ര ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ റീഫണ്ടിന് അർഹതയുണ്ടാകും. എന്നാൽ വിസ കാര്യങ്ങൾ നോക്കിയാൽ വിമാനം വഴിതിരിച്ചുവിടുന്നത് മൂലം മറ്റൊരു രാജ്യത്ത് ഇറങ്ങേണ്ടി വന്നാൽ അതായത് ടെക്നിക്കൽ സ്റ്റോപ്പ്, ട്രാൻസിറ്റ് വിസ ആവശ്യമുണ്ടോ എന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തുക. സാധാരണ സമയത്തേക്കാൾ 2 മുതൽ 4 മണിക്കൂർ വരെ കൂടുതൽ സമയം യാത്രയ്ക്കായി എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ജർമ്മനിയിലേക്കോ ലണ്ടനിലേക്കോ ഉള്ള യാത്ര ഇപ്പോൾ കൂടുതൽ ദൈർഘ്യമുള്ളതാണ്. സാങ്കേതിക സ്റ്റോപ്പുകളെ പറ്റി പറഞ്ഞാൽ ദൂരെ കൂടുതൽ കാരണം ചില വിമാനങ്ങൾക്ക് വഴിമധ്യേ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ഇത് യാത്രക്കാരെ ഇറക്കാതെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇതിനും സമയം കൂടുതൽ എടുക്കും. യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ആണ്. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വിമാനത്തിന്റെ കൃത്യസമയവും സ്റ്റാറ്റസും എയർലൈൻ വെബ്സൈറ്റ് വഴി ഉറപ്പുവരുത്തേണ്ടതാണ്. വിമാനം റദ്ദാക്കുകയാണെങ്കിൽ ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ ലഭിക്കാൻ ഇപ്പോൾ എയർലൈനുകൾ സൗകര്യം നൽകുന്നുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റിൽ പോകുന്നതെങ്കിൽ 2 വിമാനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 5 മണിക്കൂർ സമയം വേണമെന്ന് ഉറപ്പാക്കുക. ജർമ്മനിയിലെ പ്രധാന നഗരങ്ങളായ ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ, മ്യൂണിച്ച്, ഹാംബർഗ്, കൊളോൺ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ നിലവിലെ സാഹചര്യം കൂടി ശ്രദ്ധിക്കുക. യുദ്ധ സാഹചര്യം കാരണം ഈ നഗരങ്ങളിലേക്കുള്ള യാത്രകളിൽ കാര്യമായ മാറ്റമുണ്ട്. ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമാണിത്. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ സാധാരണ റൂട്ടിൽ മാറ്റം വരുത്തി തുർക്കി വഴി ചുറ്റി പോകുന്നതിനാൽ 2 മുതൽ 3 മണിക്കൂർ അധിക സമയം എടുക്കുന്നുണ്ട്. ലുഫ്താൻസ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന സർവീസുകൾ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ്. നിലവിൽ ഇവ ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പല വിമാനങ്ങളും അവസാന നിമിഷം റദ്ദാക്കാൻ സാധ്യതയുണ്ട്. മ്യൂണിക് നേരിട്ടുള്ള സർവീസുകൾ എയർ ഇന്ത്യയും ലുഫ്താൻസയും ഡൽഹിയിൽ നിന്ന് മ്യൂണിക്കിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റുകൾ എമിറേറ്റ്സ്, ദുബായ് വഴി, ഖത്തർ എയർവേസ്, ദോഹ വഴി എന്നിവ മ്യൂണിക്കിലേക്ക് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും മിസൈൽ ഭീഷണി കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റുകൾക്ക് വലിയ കാലതാമസം നേരിടുന്നുണ്ട്. അടുത്തത് ബെർലിനാണ്. ഇന്ത്യയിൽ നിന്ന് ബെർലിനിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങൾ കുറവാണ്. യാത്രക്കാർ അധികവും ഫിൻഎയർ വഴി ഹെൽസിങ്കി വഴിയോ അല്ലെങ്കിൽ ലുഫ്താൻസ വഴി ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങിയോ ആണ് പോകുന്നത്. റഷ്യൻ വ്യോമപാത നേരത്തെ തന്നെ അടച്ചിട്ടുള്ളതിനാൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ പാത കൂടി അടച്ചതിനാൽ ബെർലിനിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ്. ഹാംബർഗ് അല്ലെങ്കിൽ കൊളോൺ ഈ 2 നഗരങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാനങ്ങൾ ഇല്ല. കണക്ഷൻ ഫ്ലൈറ്റുകളാണെങ്കിൽ യാത്രക്കാർ സാധാരണയായി ഫ്രാങ്ക്ഫർട്ടിലോ മ്യൂണിക്കിലോ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ വഴിയോ ആഭ്യന്തര വിമാനങ്ങൾ വഴിയോ ആണ് പോകേണ്ടത്. യുദ്ധത്തിന്റെ മറ്റു കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ടിൽ വിമാനങ്ങൾ വൈകുന്നത് ഈ നഗരങ്ങളിലേക്കുള്ള കണക്ഷൻ യാത്രകളെയും ബാധിക്കുന്നുണ്ട്. കൊളോണിലേക്ക് പോകാൻ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ട്രെയിൻ ഉപയോഗിക്കുന്നതാണ് നിലവിൽ സുരക്ഷിതം. പൊതുവായ കാര്യങ്ങൾ നോക്കുമ്പോൾ യാത്രാ സമയം എല്ലാ നഗരങ്ങളിലേക്കും ശരാശരി 11 മുതൽ 14 മണിക്കൂർ വരെ യാത്രാ സമയം എടുത്തേക്കാം. ടിക്കറ്റ് റദ്ദാക്കൽ വിമാനം റദ്ദാക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റീഫണ്ടബിൾ ടിക്കറ്റ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. സുരക്ഷാ പരിശോധന നോക്കിയാൽ ജർമ്മൻ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. അതിനാൽ ലഗേജ് ക്ലിയറൻസ് കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. കൊളോണിലേക്കോ മറ്റോ ആണ് പോകുന്നതെങ്കിൽ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ മാർഗം പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.